Hi everyone, welcome back to another video of physical education classroom. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. Let's get into the video. Given below are two statements. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. Heart rate elevation during exercise is primarily controlled by sympathetic stimulation from higher somatomotor centers of the brain. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. The heart rate response is directly proportional and linear to intensity of exercise. അതും ഒരു പരിധി വരെ ശരിയാണ്. Let's get into the answer. As you all know that heart rate elevation during exercise is influenced by sympathetic nervous system stimulations from the higher somatic centers of the brain. Okay, statement 1 is true. Statement 2 false ആണ്. കാരണം heart rate exercise intensity അനുസരിച്ചിട്ട് heart rate കൂടും. പക്ഷെ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലോ ലീനിയറോ അല്ല. കാരണം ഇൻറ്റൻസിറ്റി ഓഫ് എക്സസൈസ് അനുസരിച്ചിട്ട് ഒരു പോയിന്റ് വരെ മാത്രമേ ഹാർട്ട് റേറ്റ് കൂടുള്ളൂ. പിന്നെ അതിൻ്റെ മാക്സിമം ലെവൽ എത്തിക്കഴിഞ്ഞാൽ അത് ഡിക്രീസ് ചെയ്യും. ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ദ തിയറി. ദെൻ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. Next question. The term lipid refers to which of the following nutrient? Lipid എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ന്യൂട്രിയൻ്റ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The answer is fat. ലിപ്പിഡ് എന്ന് പറയുന്നത് ഒരു ഫാറ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അത് ഇൻസോളിബിൾ ഇൻ വാട്ടർ ആണ്. അതിന് ഫാറ്റി ഓയിലി വാക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അടുത്തതായിട്ടുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അസേർഷൻ തരും, റീസണും തന്നിട്ടുണ്ട്. ഇവിടെ അസേർഷൻ ശരിയാണോന്നും റീസണും അതിനോട് യോജിക്കുന്നുണ്ടോന്നും ഈ റീസൺ ശരിയാണോ എന്നുള്ളതൊക്കെയാണ് ഇതിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കണ്ടിട്ടില്ലേ, ബോത്ത് എ ആർ കറക്റ്റ് ബട്ട് ആർ ഇസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് ചോദ്യം. അപ്പോൾ അസേർഷൻ വായിക്കാം. അക്കോർഡിംഗ് ടു ടേർഡർ ബോമ 2015, periodization is in fact a bundle of methodologies concept whose application can be adapted to specific situation. For this reason, it can take many forms and coaches should be aware of existence of various planning models such as which is more indicated for certain sports and for certain athletes development levels. അല്ലേ, അസേർഷൻ പറയുന്നത് പീരിയോഡൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബണ്ടിൽ ഓഫ് മെത്തഡോളജീസും കൺസെപ്റ്റുമാണ്. അത് സ്പെസിഫിക് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ കോച്ചസിന് ഇതിനെപ്പറ്റി നല്ല ഐഡിയ വേണം. കാരണം ഈച്ച് ഓഫ് വിച്ച് ഇൻഡിക്കേറ്റഡ് സർട്ടൈൻ സ്പോർട്ട്, ഓരോ സ്പോർട്ടിനും ഓരോ ടൈപ്പ് ഓഫ് പീരിയോഡൈസേഷൻ ആണ്. ഇത് പീരിയോഡൈസേഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് അത്ലറ്റ്സിന് ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. റീസൺ എന്ന് പറയുന്നത് ടു അച്ചീവ് ബെസ്റ്റ് റിസൾട്ട്സ് ഇൻ സ്പോർട്സ്, കോച്ചസ് ഷുഡ് ഹാവ് സ്ട്രോങ് നോളജ് ഓഫ് എക്സസൈസ് ഫിസിയോളജി and they are required to do constant monitoring, assessment, adjustment of the training program. സ്പോർട്സിൽ അച്ചീവ്മെന്റ് വരാൻ കോച്ചസിന് എക്സസൈസ് ഫിസിയോളജിയിൽ നല്ല അറിവ് വേണം. കാരണം കൺസ്റ്റന്റ് ആയിട്ട് മോണിറ്റർ ചെയ്താൽ അസസ്മെന്റും അഡ്ജസ്റ്റ്മെന്റും നടത്തണം. അതിന് ട്രെയിനിങ് പ്രോഗ്രാമിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് രണ്ട് റീസണും അസേർഷനും ശരിയാണ്. പക്ഷേ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. കാരണം അത് രണ്ടും വേറെ വേറെയാണ്. ഒന്ന് പീരിയോഡൈസേഷൻ ആണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത് എക്സസൈസ് ഫിസിയോളജീൻ്റെ ഡെപ്ത് ആയിട്ടുള്ള നോളജ് ഒരു കോച്ചിന് വേണം എന്നുള്ളതാണ് പറയുന്നത്. രണ്ടും യോജിക്കുന്നില്ല. സോ ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ബട്ട് R is not the correct explanation of A. അതായത് അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല ഈ റീസണിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പോർട്സ് ഡ്രഗ് ആൻഡ് ഡോപ്പിംഗ് കൺട്രോളിംഗ് ബോഡി. അതിൻ്റെ വാഡ എന്ന് പറയുന്നതിൻ്റെ അക്രോണിമാണ് ചോദിച്ചിട്ടുള്ളത്. വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി, IOAയുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ബേസിലുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട് ഓഫ് സോഷ്യൽ സിസ്റ്റം ഈസ് നോട്ട് ഇന്റഗ്രൽ പാർട്ട് ഓഫ് സോഷ്യലൈസേഷൻ പ്രോസസ്?
സോഷ്യലൈസേഷൻ പ്രോസസ് ത്രൂ സ്പോർട്സ് അതിൻ്റെ ഇൻ്റഗ്രൽ പാർട്ട് അല്ലാത്ത സോഷ്യൽ സിസ്റ്റംസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ, റിലീജിയൻ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ് ത്രൂ സ്പോർട്സിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടല്ല. ബാക്കിയുള്ള കോമ്പറ്റീഷൻ, കോപ്പറേഷൻ, സെൽഫ് ഇമേജ്, റോൾ പ്ലേ എല്ലാം ഇൻ്റഗ്രൽ പാർട്ടാണ്. Next question. Which of the following countries participated in the first Asian Games? ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കൺട്രീസിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ കുറേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചൂസ് ചെയ്യാനുള്ളത് BCE ഓൺലിയാണ്. As you all know that ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ന്യൂഡൽഹിയിലാണ് നടന്നത് 1951. 11 കൺട്രീസാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അഫ്ഗാനിസ്ഥാൻ, ബർമ്മ, സിലോൺ, ഇപ്പോൾ ശ്രീലങ്ക, പിന്നെ ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, ജപ്പാൻ, നേപ്പാൾ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ്. ചൈനയും പാകിസ്ഥാനും ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഏഷ്യൻ ഗെയിം ഫെഡറേഷൻ്റെ മെമ്പേഴ്സ് ആയിരുന്നില്ല ആ ടൈമിൽ. Therefore, the groups of countries that participated in first Asian Games are India, Indonesia and Iran. ഓപ്ഷനിലുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. Okay, next question. വീണ്ടും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. Statement 1. Sports historians examine the historical development of sports and describe and analyze evaluation of sports and explain emergence of new trends. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെ, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റാണ്. കാരണം സ്പോർട്സ് കറക്റ്റ് ബിക്കോസ് sport historians examine the historical development of sports and describe, analyze and evaluation of sports, explain the emergence of new trends. അത് ശരിയാണ്. സ്പോർട്സ് ഹിസ്റ്റോറിയൻസ് ആണ് പഴയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യും. എന്നിട്ട് ഇവാലുവേഷനിൽ പുതിയ പുതിയ മാറ്റങ്ങളുണ്ട് അതിനെ പറ്റി പറയും. അതൊക്കെ സംസാരിക്കുന്നത് സ്പോർട്സ് ഹിസ്റ്റോറിയൻസ് ആണ്. സ്പോർട്സ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു സബ് ഫീൽഡാണ് ഹിസ്റ്ററിയുടെ തന്നെ. കൾച്ചറൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആസ്പെക്ട്സ് ഓഫ് സ്പോർട്സ്, ഡിഫറെൻറ്റ് ടൈംസ്, പ്ലേസസ്. അവിടെ പല പല സമയങ്ങളിലും പല പല സ്ഥലത്തുമായിട്ടുള്ള സ്പോർട്സ് ഡെവലപ്മെൻറ്റിനെ പറ്റി പഠിക്കാനൊക്കെ ഉള്ള ഒരു ഫീൽഡാണ് അത്. സ്റ്റേറ്റ്മെൻറ്റ് 2. ഹൗ ദ ന്യൂ physical education developed and what are the conditions under which exercise and sports science emerged is studied by sports historians. So the statement 2 is incorrect because the development of new physical education and emergence of exercise and sports science are not studied by sports historians. അതായത് സ്പോർട്സ് അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ന്യൂ ട്രെൻഡ്സും ഡെവലപ്മെൻറ്റ്സും ഒന്നും സ്പോർട്സ് അണ്ടർ വിച്ച് എക്സൈസ് സ്പോർട്സ് സയൻസ് ഈസ് നോട്ട് എമർജഡ് ബൈ ദി സ്റ്റഡി ഓഫ് സ്പോർട്സ് ഹിസ്റ്റോറിയൻസ് എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും ഒന്നും ഈ സ്പോർട്സിൻ്റെ പുതിയ സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് സ്പോർട്സ് ഹിസ്റ്റോറിയൻസ് അല്ല. As you all know that the emergence of exercise and sports science are not studied by sports historians. സ്പോർട്സിൻ്റെയും സ്പോർട്സ് സയൻസിൻ്റെയും എമർജൻസ് ഒന്നും പഠിക്കുന്നത് സ്പോർട്സ് ഹിസ്റ്റോറിയൻസ് അല്ല, ബട്ട് ബൈ other scholars. വേറെ സ്കോളേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. The new physical education referred to movement that emerged in the late 19th and 20th centuries, which is advocated for more scientific, rational and progressive approach towards physical education. അതായത് പഴയ കാലം പോലെയല്ല, ഇപ്പോൾ പുതിയ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെൻഡാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിയോളജി, സൈക്കോളജി, പെഡഗോഗി എന്നുള്ളത് അടിസ്ഥാനമാക്കിയിട്ടാണ് പുതിയ സ്പോർട്സ് സയൻസ് ഇന്റർഡിസിപ്ലിനറി ആയിട്ട് വന്നിട്ടുള്ളത്. Okay, next question. So the answer is statement 1 is correct, but statement 2 is incorrect. The process of next question. The process of evaluation applied to measure the progress of a trainee each day, as at each week, at each stage of training throughout the training course is referred as the formative evaluation എന്ന ടേം തിയറിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് റെഫർ ടു
assessments of trainees learning process and progress at various stages during training course. അതായത് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു ട്രെയിനിയുടെ ലേണിംഗ് പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ വരുന്ന പ്രോഗ്രസ്സിനെ വാല്യൂ ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അലോവിങ് ഫീഡ്ബാക്ക് ആൻഡ് അച്ചീവ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു എൻഹാൻസ് ലേണിംഗ്. അതായത് സമയാസമയങ്ങളിൽ ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് ഇവാലുവേഷൻ നടത്തുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. ദിസ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഈസ് യൂസ്ഡ് ടു മെഷർ ദ പ്രോഗ്രസ് ഓഫ് ട്രെയിനി ഈച്ച് ഡേ ഈച്ച് വീക്ക്. എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസങ്ങളിലും ഈ ഫോർമാറ്റീവ് ഇവാലുവേഷനിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെഷർമെൻറ്റ് ഓഫ് പ്രോഗ്രസ് ഒക്കെ ചെയ്യാൻ പറ്റും ഒരു ട്രെയിനിയുടെ ലൈഫിൽ. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ്, ഫോർമാറ്റീവ് ഇവാലുവേഷൻ്റെ മെത്തേഡ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ക്വിസസ്, സർവേസ്, ഒബ്സർവേഷൻസ്, ഇൻ്റർവ്യൂസ്, സെൽഫ് അസസ്മെൻറ്റ്. ദീസ് ആർ ദ മെത്തേഡ്സ് help the trainer and trainee identify the strength and weakness of learning process and make necessary changes to improve learning outcomes. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് സമ്മാറ്റീവ് ഇവാലുവേഷൻ. സമ്മാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് is the assessment of trainees learning outcome at the end of the training course. Compare them with predefined and objectives. അതായത് ഒരു കോഴ്സിന് ചേരുമ്പോൾ ആ കോഴ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സും പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ആദ്യം തന്നെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ഒരു ഗോൾസ് ഉണ്ടാവും. ഈ ട്രെയിനിങ് കോഴ്സിൻ്റെ അവസാനത്തിലാണ് ഈ സമ്മാറ്റീവ് ഇവാലുവേഷൻസ് നടക്കുക. അതായത് ആ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണ്, ഇമ്പാക്റ്റ് എങ്ങനെയാണ്, പിന്നെ ആ ട്രെയിനിയുടെ പ്രോഗ്രസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മെഡൽസ് India won in Tokyo Olympics? ഇന്ത്യ എത്ര മെഡൽ ടോക്കിയോ ഒളിമ്പിക്സിൽ വാങ്ങി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഗോൾഡ്, 2 സിൽവർ, 4 ബ്രോൺസ്. ഗോൾഡ് വാങ്ങിയത് നീരജ് ചോപ്രയാണ്, ജാവലിൻ ത്രോയിലാണ്. പിന്നെ സിൽവർ രവികുമാർ ദഹിയ 57 kg ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ്. പിന്നെ PV സിന്ധു ബ്രോൺസ് മെഡൽ singles badminton. Then Lavlina Borgohain welterweight boxing 64 to 69 kg. Then Indian men's hockey team bronze medal. Then Bajrang Punia 65 kg wrestling. That's all. Next question, arrange the glycolytic energy pathways of human body system in a subsequent order. Glycolytic energy pathway of human body system. Let's get into the answer. Answer എന്ന് പറയുന്നത് ആദ്യം glycogen is the storage form of glucose in animals. It broken down into glucose 1 phosphate by enzyme glycogen phosphorylase. Okay, then ഈ ഗ്ലൈക്കോജൻ ആണ് ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് എന്ന എൻസൈം ആയിട്ട് മാറുന്നത്, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്. എന്നിട്ട് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലൈസ് ആവും. ദെൻ ഈ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് എന്നുള്ളത് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് 6 phosphate by the enzyme called phosphogluconeutase. It is an isomerization reaction, which means that structure of molecule is changed without changing its chemical formula. അതായത് കെമിക്കൽ ഫോർമുല ചേഞ്ച് ആവും, പക്ഷേ സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാവില്ല. ദെൻ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവും. ദെൻ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ബൈ ദ എൻസൈം കോൾഡ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് isomerase. The another form of isomerization reaction which changes position of carbonyl group in the molecule. Then the fructose is phosphate out. Fructose is phosphate is converted into fructose 1,6
biphosphate by the enzyme. Then അത് phosphoglycerate ആവും. അതാണ് the answer is 4 CEBAD. CEBAD. C എന്ന് പറയുന്നത് glycogen, then glucose 1 phosphate, A fructose 6 phosphate, B glucose 1 phosphate, and D phosphoglycerate. Next question. Who is the current president of Indian Olympic Association? PT Usha.